സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം കടുപ്പിച്ച വുമൺ CPO ഉദ്യോഗാർത്ഥികളുടെ സത്യാഗ്രഹ സമരം രാവിലെ 10:30-ന് ശയന പ്രദക്ഷിണം നടത്തി പ്രതിഷേധിക്കും. ഏപ്രിൽ 19-ന് റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാനിരിക്കെ വരുന്ന 15 ദിവസം ഉദ്യോഗാർത്ഥികൾക്ക് നിർണായകമാണ്. നമ്മുടെ ലിസ്റ്റിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ്. 14 ജില്ലകളിലായിട്ട് നമ്മൾ സ്റ്റേഷൻ വൈസ് വനിതകളുടെ അംഗബലം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് RTO വെച്ചിട്ടുണ്ടായിരുന്നു. RTO പ്രകാരം 570ഓളം വേക്കൻസികൾ ഉണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷെ നമ്മളത് സർക്കാരിൻ്റെ ഭാഗത്ത് അതെല്ലാം കൊണ്ട് കാണിച്ചിട്ടുള്ളതാണ്. അവർ നമുക്ക് അനുകൂലമായിട്ട് വേക്കൻസികൾ നൽകാമെന്ന് പറഞ്ഞതാണ്. ഇത്രയും ദിവസമായിട്ട് നമുക്കൊന്നും നൽകാതിരുന്ന് നമ്മളെല്ലാവരും ചോദിക്കുക എന്തുകൊണ്ട് നിങ്ങൾ ലേറ്റായി എന്ന് ചോദിക്കും. ഇത്രയും നാൾ നമ്മൾ സർക്കാരിനെ വിശ്വസിച്ചിരുന്നത് കൊണ്ടാണ് നമ്മൾ ലേറ്റായത്. ഈ സേനയിലെ പ്രതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനറൽ കാറ്റഗറിക്ക് 26 വയസ്സാണ് മാനദണ്ഡം പ്രായം. അതുപോലെ മറ്റുള്ളത് ഈ ലിസ്റ്റിലുള്ള മിക്കവാറും എല്ലാ ജനറൽ കാറ്റഗറി ഏജ് ഓവറായതാണ്. അതുപോലെ മുസ്ലിംസ് LC എല്ലാവരും ഏജ് ഓവറായവരാണ്. ഇനി അടുത്തൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാനോ പറ്റൂല, എഴുതാനൊക്കില്ല സേനയിലുള്ളത്. കാരണം പലരുടെ ആഗ്രഹം കാക്കി തന്നെയാണ് സ്വപ്നം. അതുകൊണ്ടാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി ഇവിടെ നിരാഹാര സമരവും രാപ്പകൽ സമരവും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, തലസ്ഥാനം വീണ്ടും ഒരു സമരഭൂമിയായി മാറുകയാണ്. ഒരുപക്ഷെ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടതിൻ്റെ ഒരു തെളിവ് തന്നെയല്ലേ ഈ ഒരു സമരങ്ങളൊക്കെയും വർദ്ധിക്കുന്നത്? പ്രത്യേകിച്ചും CPO ഉദ്യോഗാർത്ഥികൾ അവരുടെ ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് അവർ തന്നെ പറയുകയാണ്. വിഷ്ണു, അവസാന പ്രതീക്ഷയും മങ്ങിയതിന് പിന്നാലെയാണ് ഈ പ്രത്യക്ഷ സമരം എന്ന നിലയിൽ അല്ലെങ്കിൽ സത്യാഗ്രഹ സമരം എന്ന നിലയിൽ ഈ ഉദ്യോഗാർത്ഥികൾ വുമൻസ് CPO ഉദ്യോഗാർത്ഥികൾ ചെന്നെത്തപ്പെട്ടത്. ഇപ്പോൾ സത്യാഗ്രഹം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ 4ാം ദിവസം കടക്കുമ്പോഴും ആരോഗ്യസ്ഥിതി അടക്കം മോശമാകുന്ന സാഹചര്യമുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക്. എന്നാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇവർക്ക് അനുകൂലമായൊരു നടപടി അത് പ്രതീക്ഷിക്കുന്നെങ്കിൽ പോലും ഈ വരുന്ന 19-ാം തീയതി റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനിരിക്കെ ഇനിയുള്ളത് 15 ദിവസം മാത്രമാണ്. കേവലം 15 ദിവസം മാത്രമാണ്. ഇതിനിടയിൽ ആണ് ഈ ഇവരുടെ പ്രത്യാശയും ആശയും എല്ലാം നിറവേറേണ്ടത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിഷേധം കുറച്ചുകൂടി കടുപ്പിക്കാൻ തുടങ്ങുന്നത്. അതോടൊപ്പം തന്നെ പ്രതിരോധം തീർത്തുകൊണ്ട് തങ്ങളുടെ ആവശ്യം നേടിയെടുക്കാനായി ഈ ഉദ്യോഗാർത്ഥികൾ ഒരുങ്ങുന്നത്. ഇന്ന് 10:30-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരപ്പിരിക്കുന്ന സമര ഭൂമിയിൽ തന്നെ പ്രദക്ഷിണം ചെയ്യാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ശയന പ്രദക്ഷിണം നടത്തിക്കൊണ്ട് പ്രതിഷേധിക്കാനാണ് ഈ ഉദ്യോഗാർത്ഥികളുടെ ഒരുങ്ങുന്നത്. കാരണം തങ്ങളുടെ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ കാക്കി അണിയുവാൻ ആഗ്രഹിച്ച പെൺകുട്ടികൾ അവരുടെ അവസാന പ്രതീക്ഷ, നമുക്കറിയാം ഇത്തരത്തിൽ ഈ റാങ്ക് ലിസ്റ്റിലെല്ലാം വന്നതിന് ശേഷവും ഈ പ്രതീക്ഷയിലാണ് ഇവർ ജീവിക്കുന്നത്. കാരണം ജീവിതം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നത്. പലരും ഈ പഠിച്ച് പാസ്സായി റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന വിശ്വാസം എന്ന് പറയുന്നത് തങ്ങൾക്ക് ഈ ജോലി കിട്ടും, ഇതിലൂടെ തങ്ങളുടെ പട്ടിണിയും പരിവട്ടവും എല്ലാം മാറും, വീട്ടിലുള്ള കുടുംബാംഗങ്ങൾക്ക് ഇതൊരു താങ്ങായി തണലായി മാറുമെന്നൊരു പ്രതീക്ഷ ഉണ്ട്. ആ പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടാണ് ഇവർ ഇതിനെ സമീപിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ സാഹചര്യത്തിൽ ഇത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ പ്രതീക്ഷ അറ്റുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് വലിയ വേദനയായി മാറുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരം എന്ന നിലയിലേക്ക് ഇവർ എത്തപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. എന്തായാലും സമരം കൂടുതൽ ശക്തമാകും, കൂടുതൽ പ്രതിരോധം സർക്കാരിന് മുന്നിലേക്ക് തീർക്കും. ഈ സമയത്തിനുള്ളിലെങ്കിലും തങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുക, അതിന് സർക്കാർ വഴങ്ങേണ്ടി വരും, അല്ലെങ്കിൽ സർക്കാർ വഴങ്ങണം എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സമരം കടുപ്പിക്കാൻ ഒരുങ്ങുന്നത്. 10:30-ന് ശയന പ്രദക്ഷിണം സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള റോഡിൽ ശയന പ്രദക്ഷിണം നടത്തിയാണ് വനിതാ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കാൻ. വളരെ ശക്തമായ സമര പരിപാടികളിലേക്ക് കടക്കുകയാണ് CPO ഉദ്യോഗാർത്ഥികൾ. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.